ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മേരിയോട് ഗബ്രിയേൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. നമുക്ക് പറയാം, മേരിയുടെ മേൽ മാത്രമല്ല, ഞങ്ങളുടെ മേലും വരേണമേ. അപ്പോൾ നിങ്ങളോട് കർത്താവ് പറയും, മേരി എന്താ ചെയ്തതെന്ന് നിങ്ങൾ നോക്കുക. മേരി ചെയ്തത് പ്രധാനമായും 3 കാര്യം. ഒന്ന്, അവൾ ദൈവദൂതൻ പറഞ്ഞ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ടു. 2, അവൾ അത് റിസ്ക് എടുത്ത് വിശ്വസിച്ചു. 3, അവൾ അതിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ദൂതൻ സംസാരിച്ച വാക്കുകളെ സശ്രദ്ധം അവൾ കേട്ടു. അവളൊരു സ്ത്രീയാണ്. സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. എന്നാൽ പൊതുവെയുള്ള സയൻസ്, ശാസ്ത്രം പറയുന്നത് സഹോദരിമാർ 15,000 വാക്ക് ഒരു ദിവസം പറയും. പുരുഷന്മാർ ആ സമയത്ത് 2,000 പറയത്തുള്ളൂ. ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം കേൾവി കുറവാന്നല്ലേ. കാരണം ഇത്രയും വാക്കുകൾ പറയുമ്പം വളരെ കുറച്ചല്ലേ കേൾക്കാൻ പറ്റും. മാറ്റിയെടുക്കാം. 15,000 എന്നുള്ളത് താഴോട്ട് കൊണ്ടുവരാം. 10, 8 വരെയൊക്കെ പിടിച്ചാൽ കിട്ടും. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എൻ്റെ ചർച്ചിലെ കാര്യം, ഇവിടുത്തെ അല്ല കേട്ടോ. നമ്മളൊരു വാക്യം വായിക്കാൻ പറഞ്ഞാൽ സ്ഥിരമായിട്ട് 1-2 അമ്മച്ചിമാരെ, ഏത് വാക്യം മോളെ എന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം 2-3 പ്രാവശ്യം പറഞ്ഞാലേ ഒരു കാര്യം കേൾക്കത്തുള്ളൂ. അതൊരു ഹാബിറ്റാണ്. പുള്ളിക്കകത്തേക്ക് ചെവിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ അടുത്തിരിക്കുന്ന ആളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ആളോട് മാറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ആളെ പിടിച്ചു. കാരണം 3-ാം പ്രാവശ്യമേ കേൾക്കത്തുള്ളൂ. മേരി ഇവിടെ ഒരു പ്രാവശ്യം പോലും എന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചോ? നോട്ട് ദ പോയിന്റ്. അവളും ഒരു സ്ത്രീയാണ്. ദാവീദിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. അങ്ങനെ വാക്കിയില്ലേ? ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? എക്കോയാ. ഓ ജീസസ്. ദൈവം ഒന്നിടപെട്ടാൽ എൻ്റെ അകത്തതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഒന്ന് പറഞ്ഞാൽ കേൾക്കാത്തവര് 3 പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ 1 പറഞ്ഞാൽ 3 കേൾക്കുന്ന ഒരു ദാവീദുണ്ട്. ഇതായിരുന്നു ദാവീദിന്റെ ഉയർച്ചയുടെ രഹസ്യം. മാറ്റങ്ങൾ വരാനല്ലെങ്കിൽ എന്തിനാ പ്രസംഗിക്കുന്നത്? മാറ്റങ്ങൾ വരാനല്ലെങ്കിൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മാറ്റങ്ങൾ വരട്ടെ. നീ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. യെശയ്യാവ് പറയുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവികളെ തുറന്നിരിക്കുന്നു. ഒരു നല്ല ഹിയറിംഗിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ഹിയറിംഗ് സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഡിവൈൻ ഹിയറിംഗ്, ഒരു ആത്മീയ കേൾവിയുടെ തലം തുറന്നു വരട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ.
എക്സോഡസ് ചർച്ചിനകത്ത് ചില ചെവിയുള്ളവർ എഴുന്നേറ്റ് വരട്ടെ, ചില ചെവിയുള്ളവർ എഴുന്നേറ്റ് വരട്ടെ. ദൈവം മിണ്ടിയാൽ ചാടി പിടിക്കുന്ന ഒരു കൂട്ടം എഴുന്നേറ്റ് വരട്ടെ. ഒന്ന് പറഞ്ഞാൽ രണ്ട് കേൾക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഏലി കേൾക്കുന്നില്ല, ശമൂവേൽ കേൾക്കുന്നുണ്ട്. അതും ഒരു ചർച്ചയായിരുന്നു, അതൊരു സഭയായിരുന്നു. നമുക്ക് കേൾവി പോകാതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ഇടപെടലുകളെ ഗൗരവത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ ദൈവത്തിന് ഒരിക്കലും കൈവിടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരോട് ദൈവം മിണ്ടിക്കൊണ്ടിരിക്കും. കേൾക്കുന്നവരോടല്ലേ മിണ്ടാനൊരു രസമുള്ളൂ. ഹല്ലേലൂയ. മുഖത്തോട്ട് നോക്കിയിരിക്കുന്നവരോട് പറയാനൊരു ഇഷ്ടം തോന്നത്തുള്ളൂ. ഹല്ലേലൂയ. ആക്റ്റീവ് ലിസണിംഗ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഒരു സമൂഹം എറണാകുളം ജില്ലയ്ക്ക് ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. നന്നായി കേൾക്കുന്ന ഒരൊറ്റ ശമൂവേലിനെ കൊണ്ട് ഒരു തലമുറയെ തിരിച്ചു കളഞ്ഞല്ലോ ദൈവം. നന്നായി കേൾക്കുന്ന ഒരു ശമൂവേലിനെ കൊണ്ട് ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചല്ലോ ദൈവം. നന്നായി കേൾക്കുന്ന ഒരു ശമൂവേലിനെ കൊണ്ട് സഭയുടെ ചരിത്രം മാറ്റി എഴുതിയല്ലോ ദൈവം. ഇന്ത്യൻ സഭയുടെ ചരിത്രത്തെ തിരുത്തി എഴുതുന്ന ചില കേൾവിക്കാർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മേരിയുടെ പ്രത്യേകത, അവൾ നന്നായി കേൾക്കുന്നവളായിരുന്നു. ദൂതൻ 7 വാഗ്ദത്തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ എണ്ണം പോലും മിസ് ചെയ്തില്ല അവൾക്ക്. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവൾ ആവശ്യപ്പെട്ടില്ല. അവൾ നന്നായി കേൾക്കുന്നവരായിരുന്നു. കർത്താവിനോട് കെഞ്ചി പ്രാർത്ഥിച്ച്, കർത്താവേ, നന്നായിട്ട് കേൾക്കാൻ എനിക്ക് ചിലപ്പോൾ കഴിയാതെ പോകുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം കർത്താവേ. ഒന്നുകൂടെ ആക്റ്റീവ് ലിസണിങ്ങിനുള്ള ഒരു കൃപ എനിക്ക് തരണേ കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. 2-3 ആഴ്ച മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ചെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മധുരം ഇടാതെ ഒരു ചായ എടുത്തു, നല്ല ചൂട് വേണം, വലിയ കപ്പ് തന്നെ ആയിക്കോട്ടെ. എല്ലാം കൃത്യമായി ഞാൻ ഒരു പ്രാവശ്യം പറയുകയുള്ളൂ, പക്ഷെ നന്നായിട്ട് പറയും. പുള്ളി അവിടെ പോയി തിരിച്ചു വന്ന് ചോദിച്ചു, മധുരം എത്ര വേണേലും ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തിനാ ഈ 2 ചെവി എന്നുള്ള ഞാൻ ചോദിച്ചു. സ്തോത്രം. അപ്പോൾ അവനെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നത്, മധുരം ഇഷ്ടം പോലെ ഇടാമല്ലോ അല്ലേ എന്നാ. സ്ഥലം ഏതാണെന്നും സഭ ഏതാണെന്നും ചോദിക്കരുത്. സ്തോത്രം. വേറൊരു സംഭവം ഇന്നലെ ഉണ്ടായി. അതൊരു ചെറുപ്പക്കാരനാണ്, എൻജിനീയറിങ് കഴിഞ്ഞാണ്, മിടുക്കനാണ്, IT ആണ്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും കഴിവ്, കുറ്റമല്ല. ഇതുപോലെ തന്നെ ചായയുടെ കാര്യം പറഞ്ഞു വിട്ടു. പുള്ളിയെ കാണുന്നില്ല. അപ്പോൾ പുള്ളി കേൾവിക്കുറവല്ല, ഡിലേയാണ്. പിന്നെ വേറൊരാളെ പറഞ്ഞു വിട്ടപ്പോൾ ഉഷാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടത് ഇങ്ങനെയാണ്, പഞ്ചസാര ഇടണ്ട, വേറൊരു പാത്രത്തിൽ ഇച്ചിരി കൊണ്ടുവന്നാൽ മതി. പുള്ളി അതിൽ പകുതി അനുസരിച്ചു. പഞ്ചസാര ഇടാത്ത ചായ കൊണ്ട് തന്നു, പഞ്ചസാര പാത്രത്തിൽ കൊണ്ടുവന്നില്ല. കുടിച്ച് തീരാറായപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കി പുള്ളിയെ. അപ്പോൾ പുള്ളിക്ക് ഓർമ്മ വന്നു. അപ്പോൾ പോയി പഞ്ചസാര എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ തന്നെ എൻ്റെ ചായ തീർന്നു. അപ്പോൾ ഇതെല്ലാം ലിസണിങ്ങിനോട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളാണ്. ഞാനും നന്നായിട്ട് കേൾക്കുന്ന ആളല്ലായിരുന്നു. ചെവിക്ക് ഒരു വിഷയം ഉണ്ടായിട്ടല്ല, അതൊരു നേച്ചറാണ്. എന്നാൽ പിന്നത്തെ ഇതിൽ ദൈവം കൃപ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം കേൾക്കുന്നതാണ്.
പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് കേൾക്കുന്നത്. പക്ഷേ ഗൗരവമുള്ളതായിരിക്കണം. മേരി നന്നായി കേൾക്കുന്നവൾ ആയിരുന്നു. മറ്റൊരു മേരിയെ നിങ്ങൾക്ക് കാണാം, മാർത്തയുടെ അനുജത്തിയാന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി നന്നായിട്ട് കേൾക്കുന്നയാളായിരുന്നു. കർത്താവിന് ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ. എന്നാൽ മേരി ഒത്തിരി സംസാരിക്കുന്നയാളായിരുന്നു. മാർത്ത സംസാരിക്കുന്നയാളായിരുന്നു. യേശു പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എത്രയോ സമയം മറിയ കേട്ടുകൊണ്ടിരുന്നു. മറിയയുടെ ശബ്ദമേ പുറത്തേക്ക് വന്നില്ല. പരിശുദ്ധാത്മാവിനെ പകരപ്പെടേണ്ടതിന് മേരി എന്തു ചെയ്തു? ഒന്ന്, അവൾ നന്നായി കേട്ടു. രണ്ട്, അവൾ അതിനെ റിസ്ക് എടുത്ത് വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത, നടക്കാൻ പാടില്ലാത്തത്, നടന്നാൽ ജീവിതകാലം മുഴുവനും ചീത്തപ്പേര് കേൾപ്പിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് വിശ്വസിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. സംശയം വരാവുന്ന സാഹചര്യമായിരുന്നു. ദൈവശബ്ദമാണോ എന്ന് സംശയിക്കാനുള്ള ഒത്തിരി ന്യായങ്ങളുണ്ട്. എന്നിട്ടും അവൾ വിശ്വസിച്ചു. മൂന്ന്, അവൾ സമർപ്പിച്ചു. ഇതിനിടയിൽ അവളൊന്ന് കൺഫേം ചെയ്തു. അത് 34-ാം വാക്യമാണ്. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ആമേൻ. ഇതെങ്ങനെ സംഭവിക്കും? അതിൽ തന്നെ ആ സഹോദരി നല്ല ബോൾഡാണെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ യുക്തിസഹമായ ചോദ്യം ചോദിക്കുകയാണ്. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇതെങ്ങനെ സാധിക്കും? ദൂതന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ ചരിത്രം മാറ്റി എഴുതും. ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. ഇതുവരെ കേൾക്കാത്തത് കേൾക്കും. ഇതുവരെ കാണാത്തത് കാണും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരാൻ അവൾ എന്തു ചെയ്തു? വാക്യം 36-37. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാനൊരു തർജിമ ഉപയോഗിക്കുന്നതിനകത്ത് ഇങ്ങനെയാണ്, ഹിയർ ഐ ആം റെഡി ടു സെർവ്. ഇതാ ഞാൻ നിന്റെ ദാസി, സേവ ചെയ്യുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സമ്പൂർണ്ണ സമർപ്പണം. അവൾ കുറഞ്ഞ പക്ഷം അവളുടെ അമ്മയോട് പറയേണ്ടതായിരുന്നു. അവൾ ജോസഫിനോട് പറയേണ്ടതായിരുന്നു. ആരോടും പറയാതെ ദൈവവാക്കിൻ്റെ മുമ്പിൽ സമർപ്പിച്ചവൾ ഇന്നും അവളെ ലോകം ബഹുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അങ്ങനെ ഒരു സമർപ്പണത്തിനായിട്ട് ഞാൻ ദൈവസഭയെ നിർബന്ധിക്കുന്നു. ഒരു ആത്മപകർച്ചയ്ക്ക് മേരി ചെയ്തത് ഇതാണ്. അവൾ സമർപ്പിച്ചു. ആ സെക്കൻഡിൽ പരിശുദ്ധാത്മാവുടെ മേൽ വന്നു. അത്യുന്നതൻ്റെ ശക്തി നിഴലിട്ടു. അപ്പോൾ അവളിൽ യേശു ഉരുവായി.
സ്തോത്രം, 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 സ്തോത്രം. ആത്മാവ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. വന്നപ്പോൾ അത് അവളെ സ്പർശിച്ചു, അവളിൽ അത്ഭുതം ചെയ്തു, അവളിൽ രൂപാന്തരമുണ്ടായി. ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം അവളുടെ ഉദരത്തിൽ സംഭവിച്ചു. ഞാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സ്തോത്രം. രണ്ടാമത്, ആത്മപകർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, അപ്പോൾ രണ്ടാമത് ആത്മപകർച്ചയ്ക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത ഞാനൊന്ന് പറയട്ടെ. ആ പ്രാർത്ഥന 23-ാം വാക്യത്തിൽ, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. ഇതാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഒന്ന്, അതൊരു ഇൻഫർമേഷനിൽ നിന്നുണ്ടായ പ്രാർത്ഥനയാണ്. രണ്ട്, അത് ഒരുമനപ്പെട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. മൂന്ന്, നിലവിളിച്ചുള്ള ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. നിലവിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് എപ്പോഴാണ് വരുന്നേ? നമ്മുടെ പിടി നിൽക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ്, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിടിവിട്ടു പോകും. അന്നേരം നമ്മൾ നിലവിളിക്കും. എങ്ങനെയാണ് നിലവിളിക്കുന്നത്? നിലവിളിക്ക് പ്രത്യേക ഭാഷയില്ല. ഓരോരുത്തരും ശീലിച്ച രീതിയിൽ അങ്ങ് നിലവിളിക്കും. ചിലർ അയ്യോ എന്ന് വിളിക്കും, ചിലർ അമ്മേന്ന് വിളിക്കും, ചിലർ ദൈവമേന്ന് വിളിക്കും. നമ്മളിങ്ങനെ പരിചയിച്ച് വന്നവരും ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കർത്താവേ, യേശുവേ എന്നൊക്കെ വിളിക്കും. അവിടുന്നും പിടിവിട്ടു പോയാൽ അതൊരു കാർച്ചയായിരിക്കും, അതൊരു വല്ലാത്ത ശബ്ദമായിരിക്കും. ഇവിടെ ഇവർ ഒരുമനപ്പെട്ട് നിലവിളിച്ചു, ഒരു കൂട്ട നിലവിളിയായി. എന്താ കാര്യം? ദൈവസഭ മുമ്പോട്ട് പോകാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ്. പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്തു, മതകോടതിയിൽ നിർത്തി, മണിക്കൂറുകളോളം ക്രോസ് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു, ഇനിയും യേശുവിൻ്റെ നാമത്തിൽ ഈ പഞ്ചായത്തിൽ, ഈ ഡിസ്ട്രിക്റ്റിൽ മിണ്ടിപ്പോകരുത്. അവർ തിരിച്ചു വന്നിട്ട് പ്രയർ ഗ്രൂപ്പുണ്ട്, മർക്കോസിൻ്റെ മാളികമുറി തന്നെയാണെന്ന് വിചാരിക്കുന്നു. അവരോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേട്ട വഴി ഒരു നോട്ടീസില്ലാതെ, പ്രത്യേകിച്ച് ആരെയും വിളിച്ചു കൂട്ടാതെ ഉള്ളവർ ചേർന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഒരുമനപ്പെട്ടു. ഒരുമന, ഐക്യത എന്ന് പറയുന്നത് ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐക്യത ഉണ്ടാകാൻ എങ്ങനെ സാധിക്കും? മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്, മനുഷ്യരുടെ എല്ലാ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്, സ്വഭാവം വ്യത്യാസമാണ്, പ്രകൃതി വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസമാണ്. അപ്പം അതിനിടയിൽ എങ്ങനെയാണ്
ഒരുമനപ്പെടുന്നത്. അതെ, ഒരുമനപ്പെടാനാണ് ഈ പ്രതികൂലം ഉണ്ടായത്. പ്രതികൂലങ്ങൾ സഭയെ സ്ട്രോങ് ആക്കും. കൂടുതൽ അവർ ഒരുമനപ്പെടാനിടയായിത്തീരും. ഇന്ത്യൻ സഭ ഇപ്പോൾ പ്രതികൂലത്തിലൂടെ കടക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം അറിയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സഭ പ്രയാസത്തിലൂടെ പോകുന്ന വർഷങ്ങളാണിത്. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1000-ഓളം ആളുകൾ ലോക്കപ്പിലും ജയിലിലുമായിട്ടുണ്ട്. ജാമ്യം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒളിവിലായിരിക്കുന്ന വളരെ അറിയപ്പെടുന്ന പാസ്റ്റർമാരുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന വക്കീലന്മാരെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ദൈവസഭയ്ക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട്, ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് നേരെ വക്കീലന്മാരുടെ അടുത്തേക്ക് പോകുന്നു. സഭ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കേരള സഭ ഇതൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഭ ഇതറിയണം, സഭ ഒരുമനപ്പെടണം, സഭ നിലവിളിക്കണം, നിലവിളിക്കണം, നിലവിളിക്കണം. സ്വന്തം കാര്യമെന്ന പോലെ നമ്മുടെ മനസ്സിനെ തട്ടിയ ഒരു വിഷയം പോലെ നാം നിലവിളിച്ചാൽ ഒരാത്മപകർച്ചയുണ്ടാവും. പുതിയ നിയമത്തിൽ എന്തിനു പ്രാർത്ഥിച്ചാലും ഉത്തരം വരുന്നത് ഹോളി സ്പിരിറ്റായിട്ടാണ്. അവരിങ്ങനെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം ഷെയ്ക്ക് ചെയ്തു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ദൈവവചനം ശക്തിയോടെ സംസാരിച്ചു. സ്തോത്രം. നമുക്ക് ഒരാത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ മുസ്ലിം സഹോദരന്മാരുടെ ഉദ്ധാരണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേരളത്തിൻ്റെ ഇലക്ഷൻ വരുന്നു, ലീഡേഴ്സിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ത്യയെ ഇപ്പോൾ ഭരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. പ്രതിപക്ഷ നേതാവിനായി പ്രാർത്ഥിക്കാം. പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വലിയ മാറ്റം ഇന്ത്യയിൽ വന്നേ പറ്റൂ. ഒരു വലിയ മാറ്റം കേരളത്തിലുണ്ടാകണം. ഒരു വലിയ മാറ്റം കേരളത്തിലുണ്ടാകണം. കേരളത്തിൻ്റെ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നു. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാം. പ്രാപ്തന്മാരായ ആളുകൾ ഇന്ത്യയിലെ, കേരളത്തിലെ പ്രധാനപ്പെട്ട പവർ പോയിന്റുകളിൽ വരട്ടെ. പ്രധാനപ്പെട്ട പവർ പോയിന്റുകളിൽ ആത്മീയരായ ആളുകൾ വരട്ടെ. യേശു അകത്തുള്ള ആളുകൾ ഭരണകേന്ദ്രങ്ങളിൽ വരട്ടെ. യന്ത്രം തിരിക്കുന്ന സ്ഥലങ്ങളിൽ വരട്ടെ. കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഉന്നതന്മാരായ, പവർ കൺട്രോൾ ചെയ്യുന്ന ന്യായാധിപന്മാർ, അഡ്വക്കേറ്റ്സ്, IAS IPS റോളുകളൊക്കെ നിയന്ത്രിക്കുന്നവർ യേശു ഉള്ളവരായി മാറട്ടെ. നാം പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മപകർച്ച കേരളത്തിലുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ കൊച്ചിയിലുള്ള, എറണാകുളത്തുള്ള സഭ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമനപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രവർത്തിക്കണമേ. കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുന്നത് പോലെ ഒരു ആത്മപകർച്ച എറണാകുളത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. അതുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുലുക്കത്തിൻ്റെ അർത്ഥം അത് ഈ ദേശത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ശക്തികളുടെ മേലുള്ള ഒരു ദൈവിക ഇടപെടലാണ് ആ കുലുക്കത്തിലൂടെ വെളിപ്പെടുന്നത്. ആമേൻ. നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം. ആത്മപകർച്ചയുണ്ടാകാൻ എന്ത് ചെയ്യണം? 16-ാം അധ്യായം പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള മിഷണറി യാത്രയാണ്. ആ യാത്ര പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ആയിരുന്നു.
പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്നാണ് 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ആ യാത്ര ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലുള്ള ഒരു യാത്ര, സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്. അങ്ങനെ മുമ്പോട്ട് പോയി 10-ാമത്തെ വാക്യം, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പ്രൈസ് ലോർഡ്. ആത്മാവ് വിലക്കി, വീണ്ടും വിലക്കി. ഒടുവിൽ ഒരു ദർശനം കാണിച്ചു. ആ ദർശനത്തിൽ നിന്നും പൗലോസ് ഒരു നിഗമനത്തിലെത്തി. ആ നിഗമനം ഇതാണ്: മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വാതിൽ തുറക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് നിശ്ചയിച്ചു എന്നാ വായിക്കുന്നു. നിശ്ചയിച്ചു. ദർശനം ദൈവം തരുമ്പോൾ അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. കൺഫേം ചെയ്യാണ്. പോകാൻ നിശ്ചയിച്ചു. ഒരു ദർശനം മാത്രമേ ഉള്ളൂ, വേറൊന്നും കൈമുതലായിട്ടില്ല. അവിടെ പരിചയമുള്ളവരുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പോലെയുള്ള ഒരു സൗകര്യങ്ങളുമില്ല. എങ്കിലും ദർശനത്താൽ അവർ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമത്രോക്കയിലേക്കും പിറ്റന്നാൾ നവപ്പൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഒറ്റയാളാ ദർശനം കണ്ടത്. ഒരു കപ്പൽ മൂവ് ചെയ്യണമെങ്കിൽ ഒത്തിരി ജീവനക്കാരുണ്ട്, സഹയാത്രക്കാരുണ്ട്. അവരെയെല്ലാം സമ്മതിപ്പിച്ച് ഈ യാത്ര മുമ്പോട്ട് പോവുകയാണ്. ഇത് മക്കദോന്യയുടെ ആ പ്രദേശത്തെ പ്രധാനമായ പട്ടണമായിരുന്നു. റോമാക്കാർ കുടിയേറി പാർത്തതാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ദേവാലയത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലമുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് പിടികിട്ടാൻ വിഷമാണ്. ഒരൊറ്റ മനുഷ്യരെ പരിചയമില്ല, എവിടെ തുടങ്ങണമെന്നറിയില്ല. ദർശനത്താൽ മൂവ് ചെയ്യുകയാണ്. പരിചയക്കാരില്ല, എവിടെ താമസിച്ചു ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, സിനഗോഗുകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ തുടങ്ങാം. സിനഗോഗിൽ ചെന്നാൽ പുതുതായിട്ട് വരുന്നവർക്ക് ഒടുവിൽ അല്പസമയം അവർ കൊടുക്കാറുണ്ട്. അങ്ങനെയാ പൗലോസ് മിക്ക സ്ഥലങ്ങളിലും പ്രസംഗിച്ചത്. പ്രത്യേകിച്ച് ന്യായപ്രമാണം വായിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ അതിൽ നിന്ന് പ്രസംഗിക്കാനോ പ്രബോധിപ്പിക്കാനോ കഴിവുള്ള ഒരാളാണെങ്കിൽ, താല്പര്യമുള്ള ആളാണെങ്കിൽ സിനഗോഗുകളിൽ സമയം കിട്ടും. ആ ഒടുവിലത്തെ സമയം അദ്ദേഹം നന്നായിട്ട് ഉപയോഗിച്ചു പല സ്ഥലങ്ങളിലും. പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്ഥലമില്ല, സിനഗോഗൊന്നും കണ്ടില്ല. അങ്ങനെ പുഴവക്കത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ച് സഹോദരിമാർ ഇരിക്കുന്നത് കണ്ടു. അവരോട് പതുക്കെ പതുക്കെ ദൈവവചനം പറയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു. ലുദിയ എന്നൊരു സഹോദരിയുടെ ഹൃദയം തുറക്കപ്പെട്ടു. അവൾ ഉടനെ തന്നെ സ്നാനമേൽക്കുകയും അവളുടെ വീട് ആരാധനയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പതുക്കെ പതുക്കെ പിടിച്ചു കയറുകയാണ് യൂറോപ്പിലെ വേലയുടെ ആരംഭം. യൂറോപ്പ് മുഴുവൻ പിന്നീട് സുവിശേഷീകരിക്കപ്പെട്ടു. അതിൻ്റെ ഒരു തുടക്കമായത് അത്ഭുതകരമായ ഒരു തുടക്കമാണ്. ഏത് തുടക്കവും ചെറുതായിരിക്കും, ഏത് തുടക്കവും പരിഹസിക്കപ്പെടാം, വിമർശിക്കപ്പെടാം. ഏത് തുടക്കത്തിനും വലിയ വില കൊടുക്കേണ്ടി വരും. 24 നില കെട്ടിടം പണി തുടങ്ങുന്നത് ഒരു ചെറിയ കട്ട വെച്ചാണ്. ഫിലിപ്പിയിലെ വർക്ക് ആരംഭിക്കുന്നു. പൗലോസ് പോലും വിചാരിക്കുന്നില്ല ഇതിങ്ങനെയൊക്കെ വരുമെന്ന്.
ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ വയ്ക്കുന്ന ഒരു കല്ല് പോലും വേസ്റ്റ് ആകത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും വേസ്റ്റ് ആകത്തില്ല. അതെല്ലാം 100 മടങ്ങ് ഫലമായിട്ട് തിരികെ വരും. പൗലോസ് ദർശനം കണ്ടു ചെല്ലുമ്പോൾ ലുദിയ വലിയൊരു ഹോള് പണിതിട്ടിരിക്കുക. ആദ്യത്തെ അനേക വർഷങ്ങൾ ചർച്ച നടന്നത് ആ സഹോദരിയുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ്. ആലയം പോലും പണിതിട്ടിരിക്കുകയാണ്. ആത്മാവ് പറയുന്നത് അനുസരിച്ച് മൂവ് ചെയ്താൽ അസാധാരണ കാര്യങ്ങളെ കാണാൻ കഴിയും. സ്തോത്രം. വളരെ ചെറുതായിട്ട് ആരംഭിച്ചു, വളരാൻ തുടങ്ങി. പെട്ടെന്ന് ഇതാ വെളിച്ചപ്പാടത്തിയായ ഒരു സഹോദരി വരുന്നു. ഫിലിപ്പിയൻ ചർച്ചിൽ സഹോദരിമാരുടെ വലിയ സ്വാധീനമുണ്ട്. സഹോദരിമാരുടെ ഒരു പ്രവർത്തനത്താലാണ് ആ സഭ ഉണ്ടായതും വളർന്നതും. ആ സഭയിൽ സഹോദരിമാർ നിമിത്തം ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ട് ചെറുതാണ്, വളർച്ച വലുതാണ്. ലുദിയായ ദൈവം വളരെ നന്നായി ആ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇതാ വെളിച്ചപ്പാടത്തിൽ വന്ന് പൗലോസിനെയൊക്കെ പുകഴ്ത്തി പറയുന്ന രംഗമാണ് നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇത് ഇന്ന് മനസ്സിലാക്കേണ്ട പാഠം? ആ ദേശത്ത് ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണിവൾ. ആ സ്വാധീനത്തിൻ്റെ പുറകിൽ ഒരു പൈശാചിക വ്യാപാരമാണ്. ഫിലിപ്പിയൻ ചർച്ചിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട 3 സൊസൈറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ആ ചർച്ചിലുണ്ട്. ഒന്ന് ബിസിനസ്സുകാരെ പ്രതിനിധീകരിക്കുന്ന വ്യാപാരി വ്യവസായികളുടെ ലീഡർഷിപ്പിലുള്ള ഒരു ലേഡി, ഒരു റിച്ച് ലേഡി ചർച്ചിലേക്ക് വന്നു. രണ്ടാമത് ഏറ്റവും ലോ ക്ലാസ് ആയിട്ടുള്ള കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം അത് കൊണ്ട് ജീവിക്കുകയും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വനിത, അവളുടെ പേര് പറഞ്ഞിട്ടില്ല. മൂന്നാമത് അവിടുത്തെ പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ആളും ചർച്ചിലേക്ക് വന്നു, ജയിൽ സൂപ്രണ്ട്. അതുകൊണ്ട് ആ ചർച്ച് നന്നായിട്ട് വളർന്നു വന്നു. ആ ചർച്ച് ബാലൻസ്ഡ് ചർച്ചായിരുന്നു. ആ ചർച്ചിന് പല ചർച്ചുകളെ പ്ലാൻ ചെയ്യാൻ സാധിച്ചു. പല ചർച്ചുകളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം ലൂദിയായുടെ ദർശനമായിരുന്നു. ആദ്യം വരുന്ന ആളുകളുടെ ഹൃദയവും ഭവനവും സഭയ്ക്ക് വേണ്ടി തുറന്നാൽ പിന്നീട് വരുന്നവർ അത് അനുകരിക്കും. ആദ്യം വരുന്നവർ നന്നായി വർഷിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നീട് വരുന്നവർ അത് അനുകരിക്കും. ആദ്യമേ വരുന്നവർ ദൈവദാസന്മാരെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുന്നവരാണെങ്കിൽ പിന്നീട് വരുന്നവർ അത് തന്നെ തുടരും. വേലയ്ക്ക് വേണ്ടി പണം മുടക്കുന്നതിന് മടിയില്ലാത്തവരാണെങ്കിൽ പിന്നീട് വരുന്നവരും അത് തന്നെ ചെയ്യും. ലൂദിയ എന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരി ഇവർക്കെല്ലാം മാതൃകയായിരുന്നു. എന്നാൽ വെളിച്ചപ്പാടത്തി മനഃപൂർവ്വമല്ല, അവളൊരു പൈശാചിക ശക്തിയുടെ ആളാണ്. എല്ലായിടത്തും സാത്താൻ്റെ സ്വാധീനമുണ്ട്. ആരെയെങ്കിലുമൊക്കെ ഉപയോഗിക്കും, സ്ത്രീകളെയോ പുരുഷന്മാരെയോ. ഗദരദേശത്തൊരു പുരുഷനെയാണ് ഉപയോഗിച്ചത്, എന്നാൽ ഇവിടെ ഒരു സ്ത്രീയെയാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഇവൾ ഇങ്ങനെ വന്നതെന്നറിയാമോ? ഭൂതം പറയുന്നുണ്ട് മറ്റൊരിടത്ത്, ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, ഞങ്ങൾക്ക് യേശുവിനെയും പരിചയമുണ്ട്. അപ്പൊ പൗലോസിനെ പാതാളത്തിൽ അറിയാം.
പൈശാചിക മണ്ഡലത്തിൽ അറിയാം. ഇവൻ്റെ കപ്പൽ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ പിശാചിൻ്റെ ഏജൻ്റായ ആ വെളിച്ചപ്പാടത്തി സ്ത്രീ അവിടുന്ന് മൂവ് ചെയ്തേ പറ്റൂ, അവിടുന്ന് ട്രാൻസ്ഫർ ആയേ പറ്റൂ. അവളുടെ ബിസിനസ് തീർന്നു, അവളുടെ സ്വാധീനം തീർന്നു. അവൾക്ക് ഇനി ഫിലിപ്പിയ പട്ടണത്തിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്കത് മനസ്സിലായപ്പോൾ അവളൊരു ചെറിയ തന്ത്രം പരീക്ഷിച്ചതാണ്, പൗലോസിനെ സ്വാധീനിക്കുക, പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേലയിൽ പങ്കാളിയാകാം എന്നവൾ ചിന്തിച്ചു. എനിക്ക് തോന്നുന്നു 1-2 മാസം അവൾ ചർച്ചയിൽ വന്നു. പൗലോസ് പെട്ടെന്ന് മനസ്സിലാക്കിയില്ല. ഇങ്ങനെ അനേക നാൾ ചെയ്തു എന്ന് വായിച്ചില്ലേ? അപ്പോൾ അത്രയും നാൾ അവൾ ഒരു വിശുദ്ധ സ്ത്രീയായി, ഒരു ഭക്തിയുള്ളവളായി അഭിനയിച്ചു. മനഃപൂർവ്വമല്ല, പിശാചാണ്. പൗലോസിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൂരവേ കാര്യം മനസ്സിലായി. കുറെ ദിവസമായിട്ട് പൗലോസ് ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒടുവിൽ അഭിഷേകത്തിൻ്റെ ഒരു ജ്വലനം വന്നപ്പോൾ ഒരൊറ്റ ശാസനം. ഇതിച്ചിരി കൂടിയ ഇനമാണ്. ഒരൊറ്റ ഭൂതത്തെ ശാസിച്ചപ്പോൾ ആ നാട് മുഴുവൻ അറിഞ്ഞു. പൗലോസിനെ പിടിച്ചു, അടിച്ചു, ബന്ധിച്ചു, ജയിലിലാക്കി. മുഴുവനും ഈ പൈശാചിക ശക്തിയുടെ വ്യാപാരമാണ്, ആ സ്ത്രീയുടെ കഴിവല്ല. അശുദ്ധാത്മാക്കളോടുള്ള ഏറ്റുമുട്ടൽ, തിരിച്ചടികൾ പ്രതീക്ഷിക്കാം. പക്ഷേ അന്തിമ വിജയം ദൈവസഭയ്ക്കാണ്. അങ്ങനെ ബന്ധിക്കപ്പെട്ട് പൗലോസ് അടികൊണ്ട് ശരീരം മുഴുവൻ ചതഞ്ഞ് മുറിവേറ്റ് ചോരയൊഴുകി കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട ജയിലിലെത്തി. കൂടെ ശീലാസുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? ആര് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട്. എന്തിനാ വന്നത്? സുവിശേഷം അറിയിക്കാൻ. ആരാ ശരിക്കും പറഞ്ഞത്? ഒരു മനുഷ്യൻ ഇങ്ങനെ ദർശനത്തിൽ പറഞ്ഞു, നേരിട്ട് പറഞ്ഞില്ലല്ലോ, പറഞ്ഞില്ല. കൈയും കാലും ബന്ധിച്ച് അടിച്ച് തകർത്ത് ജയിലിലിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു മാർഗം ലോകത്തിലുണ്ടോ? വെറും ഒരു ദർശനമേ ഉള്ളൂ, വേറൊന്നും ഇതിൻ്റെ പുറകിലില്ല. ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, സ്പോൺസർ ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒന്നും ചെയ്യാൻ അറിയാൻ മേലാതെ വരുമ്പോൾ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴോ ഒരു പാട്ട് പാടുക, അത് കഴിയുമ്പോഴോ ആരാധിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് അന്നേരം പറയും. എല്ലാ മാസ്റ്റർ പ്ലാനും മുന്നമേ തരത്തില്ല. ഇന്ന് നിനക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി അറിയില്ലെങ്കിൽ നീ കുറച്ചുകൂടെ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുക, നീ കുറച്ചുകൂടി ആരാധനയ്ക്ക് സമയമെടുക്കുക. അപ്പോൾ മുമ്പോട്ട് പോകേണ്ട വഴി പെട്ടെന്ന് തുറന്നു വരുമെന്നേ. പെട്ടെന്ന് തുറന്നു വരും, പെട്ടെന്ന് തുറന്നു വരും, പെട്ടെന്ന് തുറന്നു വരും, പെട്ടെന്ന് തുറന്നു വരും. കയ്യിൽ ചങ്ങലയുണ്ട്, കാല് ബന്ധനത്തിലാണെങ്കിലും പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. 3 കാര്യം ചെയ്തു എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യാമോ അത് ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇന്നും ദൈവസഭയ്ക്കുള്ള മാർഗം. ഇങ്ങനെ ചെയ്തപ്പോൾ ആത്മപകർച്ചയുണ്ടായി. ലൂക്കോസിന്റെ ഭാഷയിൽ അതൊരു ഭൂകമ്പം പോലെ ഫീൽ ചെയ്തു. പക്ഷെ ഭൂകമ്പമല്ല. ഭൂകമ്പം ആയിരുന്നെങ്കിൽ മരണങ്ങൾ സംഭവിക്കും, മുറിവുകൾ സംഭവിക്കും. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അത് സുബോധമുള്ള ഒരു ആത്മാവാണ് പ്രവർത്തിച്ചത്. അവരുടെ കയ്യിൽ കിടന്ന ചങ്ങല, ജയിലിൽ കിടന്ന മുഴുവൻ പേരുടെയും ചങ്ങല അഴിച്ചു മാറ്റുന്നത് പോലെയുള്ള പ്രവൃത്തിയായിരുന്നു. ഒരിക്കലും അത് ഭൂകമ്പം അല്ല. പക്ഷേ ഭൂകമ്പം എന്നാ എഴുതിയിരിക്കുന്നത്. ആത്മപകർച്ച ഉണ്ടാകാൻ എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. ഇത്രയേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്.
ആത്മാവിനെ അനുസരിച്ച് സ്റ്റെപ്പ് എടുത്തവരാണ് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചത്. അവിടെ വലിയൊരു ആത്മപകർച്ചയുണ്ടായി. ഫിലിപ്പിയിൽ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. പിന്നത്തെ ഇതിൽ ആ ചർച്ച് നിമിത്തം അനേക ചർച്ചുകൾ ഉണ്ടായി. ഇന്ന് ഈ ചർച്ചിൽ വന്നിരിക്കുന്ന വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പാടുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ ഒരാത്മപകർച്ച നമ്മുടെ മധ്യത്തിലേക്ക് വീണ്ടും ഉണ്ടാകും. നമ്മുടെ മധ്യത്തിലേക്ക് വീണ്ടും ഒരാത്മപകർച്ച ഉണ്ടാകും. അതിന്ന് പകലിൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മപകർച്ച നമുക്ക് ഉണ്ടാക്കാനൊക്കത്തില്ല. പ്രസംഗമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ആത്മപകർച്ച മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. സ്തോത്രം, 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 സ്തോത്രം. ആത്മപകർച്ച ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് നേരിട്ട് കർത്താവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം കർത്താവേ, അതിന്ന് ഇവിടെ സംഭവിപ്പാൻ ഇടയാക്കണമേ. നിലയ്ക്കാത്ത ഉറവ പോലെ ഈ ചർച്ചിനകത്ത് നിന്ന് ആത്മപ്രവാഹം ഉണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരാത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. കരങ്ങളൊന്ന് അടിച്ച ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മപകർച്ച ഉണ്ടായ മറ്റൊരു സന്ദർഭം അപ്പോസ്തല പ്രവൃത്തി 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ആത്മപകർച്ചയുടെ മറ്റൊരു തലം നമ്മൾ കാണുന്നത് വചന കേൾവിയുടെ നടുവിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നോ വൈകുന്നേരമോ നാളെയോ നാളെ വൈകുന്നേരമോ ഞായറാഴ്ചത്തെ സഭായോഗത്തിലോ എപ്പോഴാണെങ്കിലും അത് സംഭവിക്കട്ടെ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് വരുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വരുന്നു. യഥാർത്ഥ ദൈവവചന ശുശ്രൂഷ ഇങ്ങനെയാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്വപ്നം കാണുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആത്മാവ് ഇറങ്ങി. അപ്പോൾ പത്രോസ് പ്രസംഗം നിർത്തി. ജനം ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. വചനം പറയുമ്പോൾ ആത്മപകർച്ച ഉണ്ടാകാം. വചനം പറയുമ്പോൾ ആത്മപകർച്ച ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ ആത്മപകർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കേൾക്കണം. ഏതൊരു മീറ്റിങ്ങിൽ ഇരുന്നാലും, ഏതൊരു പ്രാർത്ഥനയിൽ പങ്കെടുത്താലും, ഏതൊരു കൂട്ടായ്മയിൽ പങ്കെടുത്താലും ആത്മപകർച്ച ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയോടുകൂടെ ഇരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ സ്നാനപ്പെട്ടവർ പോലും അല്ലായിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഒരു ചർച്ചയിൽ പോയിട്ടുള്ളവരല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പകർന്നു. പരിശുദ്ധാത്മാവ് മുഖപക്ഷമില്ലാതെ പ്രവർത്തിക്കും. പുതുതായിട്ട് വന്ന ആളുകളാണ്.
അവരെല്ലാം സിൻസിയറായിട്ട് കാത്തിരുന്നു. അവരുടെ മേൽ ആത്മപകർച്ചയുണ്ടായി. വീണ്ടും നമുക്ക് വചനം ധ്യാനിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1 മുതൽ വായിക്കാം. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. മതി. അഞ്ചാമത് ഞാൻ ശ്രദ്ധിച്ചത്, ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഒരു തിരിച്ചറിവുണ്ടാവണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ആത്മപകർച്ചയുടെ പഠിപ്പിക്കലില്ലാത്തടത്ത് ആത്മപകർച്ച ഉണ്ടാകാത്തത്? നമ്മുടെ മൈൻഡുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഉണ്ട്. ഞാൻ ആ സമൂഹങ്ങളുടെ പേര് പറയുന്നില്ല. നന്നായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന, ബൈബിളുകൾ വിതരണം ചെയ്യുന്ന, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന, കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന, ശാസ്ത്രീയ വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്ന മഹാന്മാരായ ആളുകൾ ആത്മനിറവ് പ്രാപിച്ചിട്ടില്ല. അവരന്യഭാഷയിൽ സംസാരിക്കുന്നില്ല. അവരുടെ ആരാധന ഒരർത്ഥത്തിൽ ഒരു ചത്ത സ്റ്റൈലാണ്. മരണ വീട്ടിൽ പാട്ട് പാടുന്ന പോലെ പാടും. 5 സ്റ്റാൻസയാണ്, 5 സ്റ്റാൻസ. അത് കഴിഞ്ഞ് അടുത്ത പാട്ടിൻ്റെ 8 സ്റ്റാൻസ. അങ്ങനെ അങ്ങ് പാടി അങ്ങ് നിർത്തുക. വേറെ അതിനകത്തൊന്നും സംഭവിക്കുന്നില്ല. അതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. അവിടെ ഇപ്പം ഞാൻ പോയി പ്രസംഗിച്ചാലും ഒന്നും നടക്കാൻ പോണില്ല. അവിടെ റെയ്നാർഡ് ബോങ്കെ പ്രസംഗിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പം മൈൻഡ് സെറ്റ് മാറണം. അതാണ് ടീച്ചിങ് ഒരു പ്രധാന ഘടകമാണ്. നിങ്ങളുടെ സഭ എന്ത് പഠിപ്പിക്കുന്നു? സ്തോത്രം, 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 സ്തോത്രം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഒരു കൂട്ടർ പറയുകയാണ്, 12 ചെറുപ്പക്കാരാ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഒന്നുകൂടെ വായിച്ചേരെ. 19:1-2. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്തൊരു കഷ്ടം! പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ആരുടെയായിരുന്നു? ചോദ്യം ശരിക്കും അതല്ല. ആരായിരുന്നു നിങ്ങളുടെ പാസ്റ്റർ എന്നാ ചോദ്യം. വ്യക്തിഹത്യ പാടില്ലല്ലോ. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ആക്കിയത്. ആരാ നിങ്ങളുടെ പാസ്റ്റർ? ഞങ്ങളുടെ പാസ്റ്റർ അപ്പൊല്ലോസ്. അദ്ദേഹം അവിടം വരെ വന്നിട്ടുള്ളൂ. അദ്ദേഹം യോഹന്നാൻ്റെ കൂട്ടായ്മപ്പെട്ടതാണ്. യോഹന്നാൻ ഒരു കൂട്ടായ്മ തുടങ്ങിയില്ല. പക്ഷെ യോഹന്നാൻ്റെ കാലശേഷവും സ്നാപക യോഹന്നാൻ്റെ കൂട്ടായ്മ നിലവിലുണ്ട്. ഇങ്ങനെയാ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഇനി ഈ മനുഷ്യൻ്റെ ക്വാളിറ്റി കേൾക്കണോ? പാസ്റ്റർ അപ്പൊല്ലോസിൻ്റെ 24 വായിച്ചേ. വെള്ളികൊണ്ട് 18-24. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർത്ഥ്യവുമുള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള. മതി. അലക്സാന്ദ്രിയക്കാരൻ എന്നുള്ളത് ഇപ്പം എറണാകുളംകാരനെന്നായാലും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് അത് വിട്ടേക്കാം. വാഗ്വൈഭവം, ഇലക്വന്റ് അല്ലേ? അതെ, an eloquent man and mighty in the scriptures. അതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. തിരുവെഴുത്തിൽ സാമർഥ്യം എന്ന വാക്ക് മലയാളത്തിൽ. വാഗ്വൈഭവം എന്ന് പറയുന്നത് പ്രസംഗ ചാതുര്യം എന്ന് വേണേൽ നമുക്ക് തർജ്ജിമ ചെയ്യാം. സഭാകമ്പമില്ലാതെ, ഇടതടവില്ലാതെ, ഫ്ലുവൻ്റായിട്ട് ഏതൊരു വിഷയത്തെക്കുറിച്ചും പ്രഭാഷണം അവതരിപ്പിക്കാൻ സമർത്ഥനായ ആളാണ് അപ്പൊല്ലോസ്. അങ്ങനെയുള്ള ഒരു ദൈവവേലയെ വന്നാൽ നല്ലതാണ്.
എല്ലാവരും ഒന്നും അങ്ങനെയുള്ളവരല്ല. പ്രസംഗ ചാതുര്യം അതൊരു കലയാണ്. അതിന് അഭിഷേകം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ ആഴ്ച സൈമൺ അല്ല സതീശൻ ഇതിലേക്ക് വരുന്നുണ്ട്. എന്നാ പ്രസംഗം? ബൈബിളിൽ നിന്നും പ്രസംഗിക്കും. അസാധാരണ കഴിവാത്. ഓർമ്മശക്തി ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ വായനയുടെ അടുത്തങ്ങ് എത്തുകയല്ല നമ്മളാരും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഒന്ന് ഞെട്ടി. അതായത് കഴിഞ്ഞ വർഷം അധികം പുസ്തകം വായിക്കാൻ പറ്റിയില്ല, 60 തന്നെ വായിക്കാൻ പറ്റുള്ളൂ. ഈ പാർട്ടിയുടെ ഈ ബത്തപ്പാടെല്ലാം കാരണം. ഇപ്പം നമ്മൾ എത്ര എണ്ണം വായിച്ചു എന്നുള്ളത് ആരോടും പറയാതിരിക്കുക എന്നുള്ളത്. ചിലരുണ്ട് ബൈബിൾ അല്ലാതെ ഒന്നും വായിക്കുകയില്ല, അവർ വിശുദ്ധിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവരെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ പൗലോസ് വായിക്കുമായിരുന്നു ബൈബിൾ അല്ലാത്ത പുസ്തകങ്ങൾ. ഞാൻ വരുവോളം വായന എന്ന് പറയുന്നത് ബൈബിളല്ല. ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ധ്യാനം എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന് വേണ്ട സാധനം പറയുന്നുണ്ട് തണുപ്പ് കാലത്ത്. നീ വരുമ്പോൾ എൻ്റെ ആ പഴയ പുതപ്പ് കൊണ്ടിരണം, ഭയങ്കര തണുപ്പാണ്. പിന്നെ പുസ്തകങ്ങൾ കൊണ്ടുവരണം, വിശേഷാൽ ചർമ്മലിഖിതം. അതിതാ ചുരുളുകളായിട്ട് ആ പുസ്തകം അത് കൊണ്ടുവരണം. വേറെ ഞാൻ വായിക്കുന്ന ജനറൽ നോളജ് ബുക്കുകളുണ്ട്, അതെല്ലാം കൊണ്ടുവരണം. പക്ഷെ ഒന്നും കൊണ്ടുവന്നില്ല, അതിന് മരിച്ചുപോയി. അപ്പോൾ വായനയുള്ള ആളുകൾ ഉണ്ട്. അതിൽപ്പെട്ട ആളാണ് നമ്മുടെ പാസ്റ്റർ അപ്പല്ലോസ് അല്ലേ? അതെ. പക്ഷെ അഭിഷേകമില്ല. അപ്പം അഭിഷേകം ഇല്ലാതെയും ആളുകൾ മാനസാന്തരപ്പെടും, ആളുകൾ സ്നാനപ്പെടും. കുറച്ച് പേരൊക്കെ വരും, ഒരു ചർച്ചയൊക്കെ മുമ്പോട്ട് പോകും. പക്ഷെ പൗലോസിന് ഇതിനെക്കുറിച്ചൊരു ഹിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊരു ഒരു ഒരു തർക്കത്തിലേക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹം അവിടെ എത്തി. അപ്പല്ലോസിൻ്റെ മിഷനും കൊണ്ട് അർത്തമീസ് ദേവിയെ തൊടാനൊക്കുകയില്ല. എഫെസോസിനെ അടക്കി വാഴുന്നത് അർത്തമീസ് ദേവിയാണ്. അതിനെ ഹിറ്റ് ചെയ്യണമെങ്കിൽ അഭിഷേകം പ്രാപിച്ച 10 പേര് കൂടെ. ഈ വെളിപ്പാട് തനിക്കുള്ളത് കൊണ്ട് താൻ വന്ന വഴി ചോദിച്ചു, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചാണോ? ഒരു ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്, തിരിച്ചറിവ് ആവശ്യമാണ്. ആത്മപകർച്ചയ്ക്ക് തിരിച്ചറിവ് ആവശ്യമാണ്. ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യണം. തെറ്റായി അകത്ത് കയറിക്കിടക്കുന്ന ഡോക്ടറിനെ അടിച്ചു വാരിക്കളഞ്ഞാലേ പ്രാപിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഞാൻ വരുമ്പോൾ ഇവിടെ നടക്കുന്ന ആരാധന കേട്ടോണ്ടാ വന്നത്. നന്നായിട്ട് ആത്മാവിൽ ആരാധിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ചർച്ചിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഈ 12 പേരെ ആദ്യം ചെയ്തത് എന്നാണെന്നറിയോ? ബോധവൽക്കരിച്ചു. മക്കളെ, അങ്ങനെയല്ല, ഇങ്ങനെ ഒരു തലമുണ്ട്. അയ്യോ അങ്ങനെയുണ്ടോ? ഉണ്ട്. അയ്യോ അതിന് ഞങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുകയും അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവരാത്മാവിൽ നിറഞ്ഞു. അപ്പോൾ തന്നെ അത് സംഭവിച്ചു. ഒരു തിരിച്ചറിവിൻ്റെ മണ്ഡലം തുറക്കപ്പെടട്ടെ. ധാരാളം പേര് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു തിരിച്ചറിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവിൻ്റെ ആവശ്യത്തെക്കുറിച്ച്, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ മേഖലകളെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകട്ടെ, അടുത്ത തലമുറയ്ക്കുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. 5 കാര്യം ഞാൻ പറഞ്ഞു. 6-ാമത്തേത് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടില്ല, ശ്രദ്ധിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 54-55. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു.
അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പോൾ ആത്മപകർച്ച ഉണ്ടാകാൻ എന്ത് ചെയ്യണം? പല്ല് കടിക്കണം. നമ്മളല്ല, നമ്മുടെ വീട്ടിലുള്ളവർ. ഉണ്ടോ? വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടോ അങ്ങനെ? സ്വർഗത്തിലേക്ക് ഉറ്റു നോക്കിയപ്പോഴല്ല ഉണ്ടായത് അഭിഷേകം, പല്ല് കടിച്ചപ്പോഴാണ്. വായിച്ചു നോക്കി, ഞാൻ വായിക്കാമേ. ഇത് കേട്ടപ്പോൾ, ഏതാ? സേവനോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ കേൾവിക്കാര് കോപപരവശരായി എന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യം വന്നു. വന്നിട്ട് അവന്റെ നേരെ പല്ല് കടിച്ചു. അപ്പോൾ അവൻ ആത്മാവിലായി. അവൻ സ്വർഗത്തേക്ക് നോക്കി. കാരണം ഇവരെ നോക്കാൻ മേലാത്തവണ്ണം അവര് കലിച്ചു നിൽക്കുക. ഒരാൾ വല്ലാതെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ മുഖത്തോട്ട് നോക്കാൻ പറ്റിയല്ല. ദേഷ്യവും ഭ്രാന്തും തമ്മിൽ വലിയ അകലയില്ല, ഏകദേശം അടുത്തടുത്താണ്. കോപത്തിന് കീഴടങ്ങിപ്പോയാൽ പണി കിട്ടും. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. സൂര്യൻ അസ്തമിക്കോളം വെച്ചുകൊണ്ടിരിക്കുന്നത് 12 മണിക്കൂർക്കുള്ളിൽ ഇത് ഹോൾഡ് ചെയ്താൽ വേറെ അസുഖം ഉണ്ടാവും. അപ്പം ഇവരിങ്ങനെ കൊലിച്ച് നിൽക്കുക. മുഖത്തോട്ട് നോക്കാൻ പോലും മേലാതിട്ട്, കർത്താവേ താങ്ങണേ, സഹായിക്കണേ. പെട്ടെന്ന് ആത്മാവിൽ നോക്കും. ആത്മപകർച്ച ഉണ്ടാകാനുള്ള മാർഗം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട്. നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല. എത്രയോ പേര് പല്ല് കടിച്ചതാണ്, പക്ഷെ നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. നമ്മൾ അന്നേരം തിരിച്ചു കടിക്കുകയല്ലേ. സ്തോത്രം. ഒരമ്മച്ചി എന്നോട് പറഞ്ഞ്, ഇവളുടെ ജോലി കഴിഞ്ഞ് വന്നാൽ ഇവിടെ ബഹളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ നേരത്തെ ആത്മാവിലാകാം, നല്ല സമയമാണല്ലോ. അപ്പോൾ അമ്മച്ചി പറയുന്നത് വാസു തമാശ പറയാന്നാ പറയുന്നത്. സ്തോത്രം. അപ്പം നല്ല അമ്മായിമ്മമാരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആത്മാവിൽ നിന്നറിയാം. നല്ല മരുമക്കളുണ്ടെങ്കിലും നിറയാം. ഇത് രണ്ടും കൊണ്ട് ഒത്തില്ലെങ്കിൽ, പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരുണ്ടെങ്കിലും നമുക്ക് ആത്മാവിൽ നിന്നറിയാം. സമ്മർദ്ദങ്ങൾ നിന്നെ കോപത്തിലേക്കും നയിക്കാം, അഭിഷേകത്തിലേക്കും നയിക്കാം. സമ്മർദ്ദങ്ങൾ, പ്രഷർ നിന്നെ കൃപാസനത്തിലേക്ക് നയിക്കാം, നരക കവാടത്തിലേക്ക് നയിക്കാം. നീ എങ്ങനെ സമ്മർദ്ദങ്ങളെ കാണുന്നു? ജീസസ്. ഞങ്ങളെ ഒരിക്കൽ പാലക്കാട് വെച്ച് അടിച്ചു സുവിശേഷ വിരോധികൾ. പ്രശംസയ്ക്കായി പറയുകയല്ല, ഞാനങ്ങ് ആത്മാവിലായി. വേദന സംഹാരിയേക്കാൾ നല്ലതായത്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ സെക്കൻഡിൽ ഒന്ന് ഭയപ്പെട്ടു, കർത്താവിലേക്ക് നോക്കി, ശരീരം കോരിത്തരിക്കുന്ന പോലെ വലിയ ആത്മപകർച്ചയുണ്ടായി. അതുകൊണ്ട് വലിയ ധൈര്യം ഉണ്ടായി. അതുകൊണ്ട് ഭയം മാറിപ്പോയി. കൂടെ ഉണ്ടായിരുന്നവരെ കൂടെ ബലപ്പെടുത്താൻ സാധിച്ചു. ഒരു കൂട്ടർ ഞങ്ങളെ സഹായിക്കാൻ വന്നു, കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ചാടി ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, എവിടെ കൊടുത്തു? ഏറ്റവും മുകളിലാണ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോഴേ അവർ തിരിച്ചുപോയി. ഇതൊന്നും ഇപ്പൊ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിഷേകം മനുഷ്യനെ ബലപ്പെടുത്തും. അഭിഷേകം മനുഷ്യന്റെ ധൈര്യത്തെ ഡബിളാക്കും. നിനക്കുള്ളതിനേക്കാൾ പവർ, നിനക്കുള്ളതിനേക്കാൾ ധൈര്യം, നിനക്കുള്ളതിനേക്കാൾ എനർജി ആത്മാവ് നിനക്ക് തരും.